തിരുവനന്തപുരം വള്ളക്കടവിൽ യുവതിയെ വീട്ടിൽ കയറി വെടിവെച്ച് പരിക്കേൽപ്പിച്ചു. ഓർഡർ ഡെലിവറി ചെയ്യാൻ വ്യാജേന എത്തിയ ആളാണ് ആക്രമണം കാട്ടിയത്. ആക്രമണത്തിൽ കൈക്ക് പരിക്കേറ്റ സിനിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുഖം മറച്ചെത്തിയ അക്രമി 3 തവണ സിനിക്ക് നേരെ വെടിവെച്ചു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വ്യാജ നമ്പർ പ്ലേറ്റ് പതിച്ച കാറിലാണ് അക്രമി എത്തിയത്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, തിരുവനന്തപുരം വള്ളക്കടവിലാണ് ഇത്തരത്തിൽ യുവതിയെ വീട്ടിൽ കയറി വെടിവെക്കുന്ന സാഹചര്യമുണ്ടായത്. വിവരങ്ങൾ എങ്ങനെയാണ്? തിരുവനന്തപുരം വള്ളക്കടവിൽ വീട്ടിൽ കയറി വെടിവെച്ച സംഭവത്തിലാണ്, ഒരു സ്ത്രീയെ വെടിവെച്ച സംഭവത്തിലാണ് ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ പുറത്തായിട്ടുള്ളത്. വ്യാജ നമ്പർ പ്ലേറ്റ് പതിച്ച കാറിലാണ് അക്രമി വന്നത് എന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. KL20G1155 എന്ന നമ്പർ പ്ലേറ്റ് പതിച്ച കാറിലാണ് ഈ അക്രമി സ്ത്രീ, അതായത് സിനിയുടെ വീട്ടിലേക്ക് എത്തിയത്. അതിനുശേഷമാണ് ഈ കൊറിയർ ഡെലിവർ ചെയ്ത് ഒപ്പിടുന്ന സമയത്ത് സിനിയെ 3 തവണ വെടിവെച്ചത്. 2 തവണ വെച്ച വെടി സിനിയുടെ കൈപ്പത്തിയിലാണ് കൊണ്ടത്. 3ാമത്തെ തറയിലും പതിച്ചു. സിനി ഇപ്പോൾ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ വീട്ടിലുള്ളവർ പറയുന്നത് വന്നത് ഒരു സ്ത്രീയാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നത്. മുഖം മുഴുവൻ മറച്ചുകൊണ്ടാണ് വന്നത്. ജീൻസും ഷർട്ടും ധരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർ സ്ത്രീ ആണെന്ന് കണ്ടാൽ മനസ്സിലാകുമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വീട്ടിലുള്ളവർ, അതായത് സിനിയുടെ ഭർത്തൃപിതാവും അതോടൊപ്പം തന്നെ വീട്ടിലുള്ളവരും പോലീസിന് മൊഴി കൊടുത്തിട്ടുള്ളത്. ഈ വ്യാജ നമ്പർ പ്ലേറ്റ് നെടുമങ്ങാട് സ്വദേശിയായിട്ടുള്ള സ്ത്രീയുടേതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ സ്ത്രീയുമായിട്ട്, അല്ലെങ്കിൽ ആ സ്ത്രീയെ വിളിച്ച് പോലീസ് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ഒരാഴ്ച മുമ്പ് വിറ്റ കാറാണ് ഇത്. സ്വിഫ്റ്റ് കാറാണ് ഇത്. കോഴിക്കോട് സ്വദേശിക്കാണ് വിറ്റത്. അപ്പോൾ അത്തരത്തിൽ ഈ കാറുമായി അവർക്ക് നിലവിൽ ഒരു ബന്ധവുമില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതൊരു വ്യാജ നമ്പർ പ്ലേറ്റ് പതിച്ച കാറാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും അന്വേഷണം നടക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ കാറ് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. സിനിക്ക് എപ്പോഴും ഇത്തരത്തിൽ പാഴ്സലുകൾ വരാറുണ്ട് എന്നാണ് സിനിയുടെ ഭർത്തൃപിതാവ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ വന്നതാണെന്നാണ് ആദ്യം കരുതിയത്. സിനി NHRMലെ PRO ആയിട്ടാണ് ജോലി ചെയ്തത്. നിലവിൽ അവർക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റില്ല. കൈക്കാണ് നിലവിൽ പരിക്കേറ്റത്. നിലവിൽ സിനി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ വീട്ടിലെത്തി പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വെടിവെച്ചത് എയർ ഗണ്ണിലാണോ എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല.